ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഹൗ ടു റൈറ്റ് ദ ഫ്രാക്ഷൻസ് വിത്ത് എനി പവർ ഓഫ് 10 ആസ് ഡിനോമിനേറ്റർ ഇൻ ദ ഡെസിമൽ ഫോം. അതായത് 10ന്റെ ഏതെങ്കിലും കൃതി ഛേദമായ ഭിന്നസംഖ്യകളെ ദശാംശ രൂപത്തിൽ എഴുതാനാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഛേദം 10ന്റെ ഏതെങ്കിലും കൃതി അല്ലാത്ത ഭിന്നസംഖ്യ ആയാലോ? If the denominator of a fraction is not a power of 10, how we can represent? നമുക്കറിയാം 10 എന്നത് 2 ഗുണം 5 ആണ് അല്ലേ? ഏതേലും ഫ്രാക്ഷനിലെ ഡിനോമിനേറ്ററിനകത്ത് 2ഓ 5ഓ വന്നാൽ അതിന് നമുക്ക് എന്തോന്നിലോട്ട് കൺവേർട്ട് ചെയ്യാം? അതിനെ കൃതി 10 ആക്കാം. അതിനായിട്ട് ടീച്ചർ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ലിസൺ. ടു കൺവേർട്ട് 1/2 ടു ഇറ്റ്സ് ഡെസിമൽ ഫോം. 1/2 ദശാംശ രൂപത്തിലേക്ക് മാറ്റുക. അതിനായിട്ട് 1/2 അങ്ങ് എഴുതി ഈ വരയൊരൽപ്പം നീട്ടി കൊടുക്കുക. ഇവിടെ ചെയ്യേണ്ടത് ഈ 2 എങ്ങനെ 10 ആക്കാം? ഗുണിച്ച് 10 ആക്കണം. 2 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ 10 ആകും? അതിനുവേണ്ടി നമ്മൾ 2ന്റെ ടേബിൾ പറയുക. 2 how many times in 10? Yes, 5 times. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കാൻ പോകുന്നതെന്ന് മനസ്സിൽ കണ്ട് അവിടെ കൊടുക്കുക. ഡിനോമിനേറ്ററിന് എന്ത് വർക്ക് ചെയ്താലും അത് ആർക്കും ചെയ്യണം? ന്യൂമറേറ്ററിനും ചെയ്യണം. ഓക്കെ, അവിടെയും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, then what is 1 into 5? 5 divided by 2 into 5, that is 10. ഇപ്പം എന്തായി? ഡിനോമിനേറ്റർ the power of 10, 10ന്റെ പവറായി. So it is easy written as 5/10 is 0.5. Okay, this is our answer. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. 1/5. How to convert 1/5 to its decimal form? So we have to write 1/5. നേരത്തെ പോലെ നീട്ടി വരച്ചു. ഓക്കെ, ഇൻറ്റു ഈ 5 എങ്ങനെയാ 10 ആകുന്നത്? ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 10 ആകും? ഓക്കെ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 2s 10. 2, that 2 also multiplied to the numerator. So 1 into 2 is 2. 5 2s 10. Then what is 2/10? Yes, it is ഒരു ഡെസിമലാണ് ഡിനോമിനേറ്ററിലുള്ളത്. ഒരു സീറോയാ ഡിനോമിനേറ്ററിലുള്ളത്. ഡിനോമിനേറ്ററിൽ ഒരു സീറോയാണ് വരുന്നതെങ്കിൽ നമ്പർ എഴുതുക, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു സ്ഥാനം കൊടുക്കുക, 0 അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 2/5. 2/5. Okay, here also denominator is 5. നമ്മൾ നേരത്തെ പറഞ്ഞു 5നെ എങ്ങനെ 10 ആക്കാം? 5നെ എങ്ങനെ 10 ആക്കാം? 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ആക്കാം. താഴെ ഇരിക്കുന്ന ആളെ താഴെ ഇപ്പോൾ നിങ്ങൾ ഒരു 2 നില വീടാണെന്ന് വിചാരിക്കുക. ഒരാൾ മേളിലിരിക്കുന്നു, ഒരാൾ താഴത്തെ നിലയിലിരിക്കുന്നു. താഴത്തെ നിലയിലിരിക്കുന്ന ആളിന് എന്ത് കൊടുക്കുന്നു? അപ്പം അതുപോലെ അമ്മ മേളിലിരിക്കുന്ന കുഞ്ഞിനും തരത്തില്ലേ? അപ്പോൾ താഴെ 2 കൊടുത്തു, മേളിലും 2 കൊടുത്തു. ഓക്കെ, 2 into 2, that is 4/10. That is 0.4. The correct answer. Okay, next 1/4. ഇവിടെ എന്താ പ്രശ്നം?
4 ആണ്. 2 ഇൻറ്റു 5 ആയപ്പോൾ 10 ആയി. 5 ഇൻറ്റു 2 ചെയ്തപ്പോഴും 10 ആയി. അതായത് ഡിനോമിനേറ്ററിൽ 2ഉം 5ഉം വന്നപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 10 ആക്കാൻ പറ്റി. ഇവിടെ 4 ആണ്. ഈ 4നെ എങ്ങനെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ആക്കാമെന്ന് നോക്കാമോ? 4ൻ്റെ ടേബിൾ പറയുന്നു 1 4 4 2 4 8 3 4 12 കടന്നുപോയി, 10 വന്നുമില്ല. 4 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 10 അല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ നോക്കിയാൽ നമ്മൾ ഈ 4നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം, ഘടകങ്ങളാക്കുക. 4ൽ പോകാൻ പറ്റുന്ന ആൾ 2. ഹൗ മെനി ടൈംസ് 2 in 4? 2 times. That is 2. Then also take with 2. 2 2's 1. 2 into 1. Okay. Then we can write 4 is equal to 2 into 2. Okay. Then next page എടുക്കുകയാണ് ടീച്ചർ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1/4. How we can write this 4? 1/2 into 2. ഓക്കെ, ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1/2 ഈ 2വിനെ 10ൻ്റെ പവർ ആക്കാൻ, 2വിനെ 10 ആക്കാൻ എന്ത് ചെയ്തു നേരത്തെ? യെസ്, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇൻറ്റു ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്താലും അതെന്ത് ചെയ്യണം? ന്യൂമറേറ്ററെയും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനിയൊരു 2 ഉണ്ട്. ആ 2യെയും 10 ആക്കാൻ എന്ത് ചെയ്യുക? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ 5നെ ഇവിടെ 5 കൊടുത്തത് കൊണ്ട് എവിടെയും കൊടുക്കുക? ന്യൂമറേറ്ററിലും കൊടുക്കുക. That is equal to 1 into 5 into 5, that is 25/2 into 5 is 10 into 2 into 5 10. Then what is that? 25/100. ഇത് നിങ്ങൾക്കറിയാലോ. What is 25/100? Yes, it is 0.25. Okay. Next, 3/4. 3/4. ഇവിടെയും ഡിനോമിനേറ്ററിൽ ആരാ? 4. 4നെ എന്ത് ചെയ്യുന്നു? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. 2. ഹൗ മെനി ടൈംസ്? 2 times. Then also 2 1 times. That is 4 is equal to what? 2 into 2. Okay. Then 3/5 can be written as 3/4 into. This 4 can also be written as what? 2 into 2 into 2. Okay. How we can make this 3/4 can also be written as 3/2 into 2. Okay. That is, നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ 2വിനെ 10 ആക്കാൻ പോവുകയാണ്. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഹിയർ ഓൾസോ മൾട്ടിപ്ലൈഡ് വിത്ത് 5. ദെൻ ഇനിയൊരു 2 ഉണ്ട്. ആ 2യെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ മൾട്ടിപ്ലൈഡ് വിത്ത് 5. ഇറ്റ് ഈസ് വാട്ട് ഈസ് 3 into 5 into 5? Yes, 75. ഇവിടെ എന്താ നേരത്തെ വന്നത്? 2 5 10. 2 5 10. 10 into 10 100. That is 75 divided by 100. That is 0.75. That is our answer. ഈസി അല്ലേ? ഇനി വേറൊരു ചോദ്യത്തിലേക്ക് വരാം. 1/25. 1/25. നേരത്തെ ഞാൻ 25നെ എന്തായാലും മൾട്ടിപ്ലൈ ചെയ്ത് 10 ആക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് പവർ, 10ൻ്റെ നെക്സ്റ്റ് പവറിലേക്ക്
കൺവേർട്ട് ചെയ്യണം. അതായത് 100-ലോട്ടോ 1000-ലോട്ടോ ഏതെങ്കിലും മാറ്റാമോ നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 25. That is with 5. How many times in 5? Then in 5, 5. 1 time. So, we have to written as 25 as 5 into 5. Okay. ടീച്ചർ ക്വസ്റ്റ്യനിലേക്ക് മടങ്ങി വരികയാണ്. 1/25 ഈക്വൽ ടു 25നെ ഞാൻ എങ്ങനെയാണ് ഫാക്ടറൈസേഷൻ ചെയ്തത്? 1/5 into 5. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ 5നെ 10 ആക്കാൻ പോവുകയാണ്. 5നെ എന്താക്കാൻ പോകുന്നു? 10 ആക്കാൻ പോകുന്നു. ദാറ്റ് ഈസ് 5 into 2 into 2 into ഇവിടെ 5 ഉണ്ട്. ആ 5 എഴുതി. ആ 5നെ 10 ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? വീണ്ടും ഒരു 2 കൊടുത്തു. മേളിലും 2 കൊടുത്തു. ഓക്കെ. 1 into 2 into 2 that is 4 by 10 into 10 that is 4 by 100. What is 4 by 100? That is 0.04. ഇന്നൊക്കെ അറിയാം എഴുതാൻ. 0 by 100. 100-ൽ 2 zeros. 2 ഡെസിമൽ മാറ്റി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊടുക്കണം. ഒരു നമ്പറേ ഉള്ളൂ. ഇല്ലാത്തടത്ത് എന്ത് കൊടുക്കുക? ഒരു 0 കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡ് പോയിന്റ് കൊടുക്കുക. ഓക്കെ. വൺ മോർ എക്സാമ്പിൾ. വാട്ട് ഈസ് 13/25? വാട്ട് ഈസ് 13/25? 25 വരുന്ന നേരത്തെ നമ്മൾ ചെയ്തു. 25 ഫാക്ടറൈസേഷൻ ചെയ്തു. 5 വെച്ച് 5. That is also 5. 1. Okay. Then you can write 13/5 into 5. 13/5 into 5. Then here make 13/5നെ ഞാൻ 10 ആക്കാൻ എന്ത് ചെയ്തു? into 2. ഡിനോമിനേറ്ററിന് എന്ത് ചെയ്തോ അത് ആർക്കും കൊടുത്തു? ന്യൂമറേറ്ററിന് കൊടുത്തു. into 5. വീണ്ടും ഛേദത്തിലിരുന്ന 5നെ എന്ത് ചെയ്തോ അവിടെ മേളിലും കൊടുത്തു. എന്താ നമുക്ക് വന്നത്? 13 into 2 into 2. വാട്ട് ഈസ് 13 into 2? 26. 26 into 2 that is 52. 52 divided by ഡിനോമിനേറ്ററിൽ 10 into 10. That is equal to 52 divided by 100. What is that? ഡിനോമിനേറ്റർ 2 0 ആയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു? 0.52. ഈസി അല്ലേ പഠിച്ച കാര്യങ്ങൾ? അപ്പോൾ താങ്ക് യു സ്റ്റുഡൻസ്. ടെക്സ്റ്റിലെ വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.